ഹായ് ഗൈസ്, രമ്യയാണേ. അപ്പോഴേ പെട്ടെന്നൊരു തീരുമാനവും പെട്ടെന്നൊരു പോക്കുമാണ്. എവിടെയാണെന്നല്ലേ? ഇതാ ഇദ്ദേഹത്തെ കാണാൻ. ഇന്നലെ പോകേണ്ടതാണ്, പക്ഷെ ഇന്നലെ പോകാൻ പറ്റിയില്ല. ഇന്നലെ നമ്മുടെ ഹോസ്റ്റലത്തെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട് ഞാനൊന്ന് മനസ്സിൽ കരുതിയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എന്നാൽ ഇന്നലെ അങ്ങ് വിഷു അല്ലേ, ഗുരുവായൂർക്ക് പോയാലോ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് എന്തോ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി, ഇവിടുത്തെ കുട്ടികൾ വിഷുവിന് പോവാത്ത പിള്ളേരുണ്ടല്ലോ. അപ്പം എനിക്ക് ഹോസ്റ്റലുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നതാണോ, കണ്ണനെ ഓടിപ്പോയി കാണുന്നതാണോ ധൃതി? അവർ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം, നമ്മുടെ ബിൽഡിങ്ങിൽ നിന്നിട്ട് അവർ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതാണോ, ഞാൻ ഗുരുവായൂർ പോകുന്നതാണോ എന്നിങ്ങനെ എനിക്ക് തന്നെ തോന്നലാണ് കേട്ടോ. ഒക്കെ പിന്നെ ഒന്നും നോക്കിയില്ല, രാവിലെ പട്ട പരിപാടികളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇന്നലെ നല്ല ടയേർഡായിരുന്നു, ഗുരുവായൂർക്കൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഇനി അടുത്ത മാസം പോവാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ഇന്ന് രാവിലെ ഒരു തോന്നൽ, എന്നാൽ പിന്നെ അങ്ങ് ഗുരുവായൂർക്ക് പോയാൽ എന്താ പ്രശ്നമെന്ന്. അപ്പം പിന്നെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ വായോ എന്നും പറഞ്ഞ് വിളിക്കണം. ചെറിയ വട്ടാൻ തോന്നുന്നുണ്ടല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു മുക്കാൽ മണിക്കൂർ മാക്സിമം അതിനുള്ളിലുള്ള എന്താ പറയുക ഒരുക്കങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഗീതുവിന് പെട്ടെന്ന് വരാൻ പറ്റും. അപ്പോൾ അവൾ വേഗം പറഞ്ഞു, ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷം, അവളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വായോ എന്ന് പറഞ്ഞു. വേഗം ആൾ റെഡിയായിട്ട് പെട്ടെന്ന് തന്നെ ഓടിപ്പോരുക ചെയ്തത്. ഇനി അവൾ വരുന്ന വിശേഷം ഞാൻ വരുമ്പോൾ കാണിക്കാം കേട്ടോ. അവൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഹായ്, ഗീതു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ നമുക്ക് വിളിച്ചുകൊണ്ട് വരാം. അവൾ യൂബറിന് കണ്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഗീതു ഇവിടെ വരണേ. ഇവിടെ ഒരു ഹായ് പറയടി. ഹായ്. അവൾ മടുത്ത് വന്നേക്കും. അപ്പം ഞങ്ങൾ വേഗം റെഡിയായിട്ട് ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പതിയെ ഇടാം. ഓക്കെ, ബൈ. ഹായ്. അപ്പം ഞങ്ങൾ ഗുരുവായൂർക്ക് പോവാണ്. അപ്പോൾ ഗീതു തണ്ട ധൃതി പിടിച്ച് വേറെ സാധനങ്ങളൊക്കെ ഇതുണ്ട്. ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളെല്ലാം ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നമ്മളൊരു യൂബർ എടുക്കുന്നു, നേരെ വൈറ്റില ഹബ്ബിൽ പോകുന്നു. അവിടുന്ന് നമ്മൾ ബസ് നോക്കട്ടെ, ഏത് ബസ്സിനാണെന്നൊന്നും അറിയത്തില്ല, അതൊക്കെ ഞങ്ങൾ കാണിക്കാം. ഓക്കെ, ബൈ. നമ്മൾ യൂബറിലാണ് കേട്ടോ, പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വൈറ്റില ഹബ്ബിൽ ചെല്ലുന്നു, നമ്മൾ അടുത്ത ബസ് പിടിക്കുന്നു. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോഴേ ഇവിടെ വീഡിയോ പിടിക്കാൻ പാടില്ല. ഇതും ഞങ്ങൾ ഇതാണ്ട താലമൊക്കെ ആയിട്ട് നമ്മൾ കയറാൻ പോണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വീഡിയോ അലൗഡല്ല. അപ്പോൾ ഓക്കെ, ബൈ, സി യു. ബാക്കിയൊക്കെ പിന്നെ കാണിക്കാം. ബാക്കി വീഡിയോ ഒക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വേഗം കയറി ക്യൂവിൽ കയറട്ടെ. ഇപ്പോൾ സമയം എത്ര? 5:30, 6 മണിയാണ് കേട്ടോ. ഓക്കെ, ബൈ. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ തൊഴുത് ഇറങ്ങി കേട്ടോ. ഇതാ നമ്മൾ ഗുരുവായൂർ തൊഴുതിറങ്ങി. ഞങ്ങൾക്ക് ഇവിടെ കളഞ്ഞു കിട്ടി കേട്ടോ ഒരാളെ. ഞങ്ങൾക്ക് കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞാൽ വിശേഷമൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഇതാണ് ആള്. ഗീതു മേഡം ഇവിടെ തന്നെ ഉണ്ട്. ഫുള്ള് നമ്മൾ ടയേർഡാണ്. നമ്മൾ നേരത്തെ തൊഴുതിറങ്ങി, വൈകിട്ട് തന്നെ തൊഴുത് ഇറങ്ങുന്ന പാകത്തിന് ഇറങ്ങി. കാരണം വെളുപ്പിനെ വരെ ക്യൂ നിൽക്കണ്ടല്ലോ. ഇനി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. നന്നായിട്ട് തൊഴാൻ പറ്റി കേട്ടോ, ഭാഗ്യം. അങ്ങനെ എന്താ പറയുക, ഓക്കെയാണ്. നമ്മൾ വെളുപ്പിനെ ബസ്സിന് തിരിച്ച് എറണാകുളം പോകും. ഓക്കെ, അപ്പോൾ ഓക്കെ. അങ്ങനെ ഗുരുവായൂർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ബായ്. ഹായ്, നമ്മളിതാ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഗുരുവായൂർ. അപ്പോൾ നമ്മൾ തിരിച്ചു പോരാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. 5:30-ക്കൊരു ബസ്സുണ്ട് വൈറ്റില ഹബ്ബിലേക്ക്. അപ്പം നമുക്ക് വൈറ്റില ഹബ്ബ് വരെ പോകണ്ടല്ലോ, പാലാരിവട്ടം വരെ മതിയല്ലോ. അവിടെ നിന്ന് നമുക്ക് അടുത്ത ബസ് കയറാം. അപ്പം എല്ലാവരും ഓർത്ത് വെച്ചോളൂ, രാവിലെ തൊഴുതിറങ്ങിയാലും 5:30-ക്ക് ഇവിടുന്ന് ഒരു ഒറ്റ വണ്ടിയുണ്ട്. ഫാസ്റ്റാന്ന് തോന്നുന്നല്ലേ, പെട്ടെന്നേ ഇല്ല. 7:30 ആകുമ്പോൾ ചെല്ലും. ഓക്കെ, അവൾ കഴിപ്പാണ്. അങ്ങനെ ഞങ്ങളിന്ന് പ്രകൃതമായി
എല്ലാം കഴിഞ്ഞ് തിരിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ, സി യു. അപ്പം ഗുരുവായൂർ ട്രിപ്പ് ഇനിയിപ്പം വേറൊന്നുമില്ല. ഇനിയിപ്പം ഞങ്ങളൊരു 7:30 ആകുമ്പോഴത്തേനും അവിടെ ചെല്ലും. അതും കൂടെ ഇടയ്ക്കൊന്ന് ഷോർട്ടായിട്ട് കാണിക്കും. ബൈ.